ഹലോ എവ്രി വൺ. ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. തരംഗചലനം, വേവ് മോഷൻ. ശബ്ദപ്രേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ശാസ്ത്ര ക്ലബിൽ കുട്ടി അവതരിപ്പിച്ച പരീക്ഷണത്തിൽ ഒരു പ്രത്യേക സമയത്ത് കണ്ട ദൃശ്യമാണ് ചിത്രീകരിക്കുന്നത്. അതായത് സ്കൂളിലുള്ള ഒരു ശാസ്ത്ര ക്ലബിന് വേണ്ടിയിട്ട് ഒരു കുട്ടി അവതരിപ്പിച്ച ഒരു പരീക്ഷണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരഗ്രം അടഞ്ഞ നീളമുള്ള സുതാര്യമായ ട്യൂബിൽ ഭാരം കുറഞ്ഞ പേപ്പർ ബോളുകൾ ഇട്ട ശേഷം ട്യൂബിന്റെ സ്വതന്ത്ര അഗ്രത്തിലൂടെ ഉച്ചത്തിലും ഒരേ ആവൃത്തിയിലുമുള്ള ശബ്ദം കടന്നു പോകുമ്പോൾ പേപ്പർ ബോളുകൾ അവയുടെ തുലന സ്ഥാനത്തു നിന്ന് മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യുന്നത് കാണാം. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു പരീക്ഷണമാണ്. ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്, ഒരു ഭാഗം അടഞ്ഞിട്ടാണുള്ളത്, ഈ ഒരു ഭാഗം അടയാണ്ട് തുറന്നിട്ടാണുള്ളത്. ഈ ഒരു ട്യൂബിന്റെ അകത്തേക്ക് അധികം കനമൊന്നും ഇല്ലാത്ത പേപ്പർ ബോളുകൾ, പലതരത്തിലുള്ള പല നിറത്തിലുള്ള പേപ്പർ ബോളുകൾ നിറച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ തുറന്ന ഭാഗത്ത് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം ശബ്ദം ഒരേ ആവൃത്തിയിൽ, അതായത് നല്ല സൗണ്ടിൽ, നല്ല ഉച്ചത്തിൽ, ഒരേ ആവൃത്തിയിലുള്ള ശബ്ദം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച പേപ്പർ ബോളുകളൊക്കെ കമ്പനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തുലനസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ഊഞ്ഞാലാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ തുലനസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തുലനസ്ഥാനത്തിലെ വെറുതെ നിന്നിരുന്ന പേപ്പർ ബോളുകളിലേക്ക് നമ്മൾ ശബ്ദം കടത്തിവിട്ടപ്പോൾ ഈ പേപ്പർ ബോളുകൾക്ക് എന്താ സംഭവിച്ചത്? ഈ പേപ്പർ ബോളുകൾ കമ്പനം ചെയ്യാനായി തുടങ്ങി അല്ലെ? മുന്നോട്ടും ബേക്കോട്ടും, പുറകോട്ടും മുന്നോട്ടുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബോളുകൾ രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകാതെ ട്യൂബിനുള്ളിൽ ക്രമമായി ഒന്നിടവിട്ട് അടുത്തും അകന്നും കാണപ്പെടുന്നു അല്ലെ? ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചു നോക്ക്. ഈ ഒരു ചിത്രത്തില് കുറച്ച് ഭാഗത്ത് പേപ്പർ ബോളുകൾ കൂടി നിൽക്കുന്നതായിട്ടും ചില ഭാഗത്ത് പേപ്പർ ബോളുകൾ അകന്ന് നിൽക്കുന്നതായിട്ടുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഈ ഒരു ഭാഗം നോക്കുമ്പോൾ കൂടി നിൽക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഇവിടെ കൂടിയിട്ടുണ്ട്, ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇത് രൂപപ്പെടുന്നത്? ഇത് ഇങ്ങനെ അകന്നും കൂടിയും നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഈ പ്രവർത്തനം ചെയ്തു നോക്കാം. ചിത്രം 1.8 കാണുന്നത് പോലെ മേശപ്പുറത്ത് വെച്ച സ്ലിങ്കിയുടെ 2 അഗ്രങ്ങളും വലിച്ചു പിടിക്കുക. ഈ ഒരു ചിത്രം നോക്കൂ. ഈ ഒരു ചിത്രത്തിലുള്ള ഈ ഒരു സാധനയില്ലേ, ഇതിനെയാണ് നമ്മൾ സ്ലിങ്കി എന്ന് പറയുന്നത്. ഈ ഒരു സ്ലിങ്കിയിൽ 2 ഭാഗത്തും കൈകൾ കൊണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഒരഗ്രത്തിലെ ഏതാനും ചുരുളുകൾ അമർത്തി വിട്ടു നോക്കൂ. ഏതഗ്രം? ഈ ഒരഗ്രം. ഒരു അറ്റത്തുള്ള കുറച്ച് ചുരുളകൾ ഒന്ന് അമർത്തിയതിനു ശേഷം വിട്ടു നോക്കാനാണ് പറയുന്നത്. വിട്ടുനോക്കൂ. സ്ലിങ്കിയിൽ രൂപപ്പെടുന്ന വിക്ഷേപം നിരീക്ഷിക്കുക അല്ലെ? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ചുരുളുകൾ അമർത്തി പിടിച്ചതിന് ശേഷം വിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലെ? സാധാരണ ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു സ്ലിങ്കി ആയിരുന്നു. ഇവിടെ കുറേ സംഭവം അമർത്തിപ്പിടിച്ച് വിട്ടതിന് ശേഷം ഈ ഒരു സ്ലിങ്കിക്ക് എന്തെല്ലാം ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലെ? ഒരു ഡിസ്റ്റർബൻസ് പോലെ വന്നിട്ടുണ്ട്. ഒരു ഡിസ്റ്റർബൻസ്, നമ്മളൊക്കെ വെറുതെ ഒരുത്തേൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് ഇടങ്ങാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ഒരു ഡിസ്റ്റർബ് ആവൂലേ? അതുപോലെ തന്നെയാണ് ഈ സ്ലിങ്കിക്കും സംഭവിച്ചിട്ടുള്ളത്. ചിത്രം 1.bയിൽ കാണുന്നത് പോലെ സ്ലിങ്കിയുടെ ഒരഗ്രത്തെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിച്ചു നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? ഇവിടെ നോക്ക്. ഇവിടെ ഈ ഒരു അറ്റത്ത് നിന്നും സ്ലിങ്കി ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ചലിപ്പിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചലിപ്പിച്ച് നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നേരത്തെ നമ്മൾ
എന്താ ഒരു ട്യൂബിൻ്റെ എക്സ്പെരിമെൻ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ട്യൂബിൻ്റെ എക്സ്പെരിമെൻറ്റിൽ എന്തായിരുന്നു, കുറച്ച് ബോളുകളൊക്കെ കൂട്ടം കൂട്ടമായിട്ടും കുറച്ച് ബോളുകളൊക്കെ അകന്നുമായിരുന്നു നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സ്ലിങ്കിയിലും എന്ത് സംഭവിച്ചത്, കുറച്ച് ഭാഗങ്ങൾ അടുത്തും കുറച്ച് ഭാഗങ്ങൾ അകന്നുമായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. സ്ലിങ്കിയിൽ ഉണ്ടാകുന്ന വിക്ഷോഭങ്ങൾ, ഡിസ്റ്റർബൻസസ് ഒരഗ്രത്തിൽ നിന്ന് രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകുന്നത് കാണുന്നില്ലേ ഇല്ലേ. എന്താണ്, ഈ ഒരു ഭാഗത്ത് നിന്നും നല്ല രസത്തിൽ നിന്നിട്ടുണ്ടായിരുന്ന സ്ലിങ്കി ആയിരുന്നു, ഇങ്ങനെ നിന്നിട്ടുള്ള സ്ലിങ്കി ആയിരുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒരാൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തുനിന്ന് ബേക്കോട്ടും മുന്നോട്ടും ഇങ്ങനെ ഈ സ്ലിങ്കിനെ തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഭാഗത്ത് നിന്നും സ്ലിങ്കി ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലേ. ഈ ഒരു ചെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കുറച്ച് ഭാഗങ്ങൾ അടുത്തടുത്താണ്, കുറച്ച് ഭാഗങ്ങളോ കുറച്ച് ദൂരെയായിട്ട് അല്ലേ, അടുത്തും ദൂരെയുമായിട്ടാണ് ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരഗ്രത്തിൽ രൂപപ്പെടുന്ന വിക്ഷോഭങ്ങളോടൊപ്പം സ്ലിങ്കിയിലെ വലയങ്ങൾ രണ്ടാമത്തെ അഗ്രത്തേക്ക് നീങ്ങിപ്പോകുന്നുണ്ടോ. എന്താ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ലിങ്കി ഉണ്ട് അല്ലേ. സ്ലിങ്കി ഇങ്ങനെയുള്ള ഒരു സ്ലിങ്കിയാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇവിടെ നമ്മളിങ്ങനെ ബേക്കോട്ടും മുന്നോട്ടും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ ഡിസ്റ്റർബൻസ് അല്ലെ, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയപ്പോൾ ഒരഗ്രത്തിൽ നിന്ന് രണ്ടാമത്തെ അഗ്രത്തേക്ക് നീങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ സ്ലിങ്കി നീങ്ങി പോകുന്നുണ്ടോ, അതായത് ഈ ഒരു സ്ലിങ്കി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ, ഇല്ല അല്ലെ. ഈ ഒരു സ്ലിങ്കി ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. പകരം എന്ത് മാത്രമാണ് എത്തുന്നുള്ളൂ, ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഊർജം ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഒരു എനർജി അല്ലെങ്കിൽ ഊർജം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഊർജമാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ഈ ഒരു അറ്റത്തേക്ക് എത്തുന്നത്. അല്ലാതെ സ്ലിങ്കി എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു സ്ലിങ്കി ഇവിടേക്ക് എത്തുന്നില്ല, അല്ലെ ഈ ഒരു സ്ലിങ്കി ഇവിടേക്ക് എത്തുന്നില്ല. പകരം എന്ത് മാത്രമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ആകെ ഊർജമാണ് ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഒരു ഭാഗത്തിലേക്ക് സഞ്ചരിക്കുന്നത്. സ്ലിങ്കിയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം വലയങ്ങളുടെ പരിണത സ്ഥാനാന്തരം ഇല്ലാതെ മറുഭാഗത്തേക്ക് വ്യാപിച്ചത് കണ്ടല്ലോ അല്ലെ. സ്ലിങ്കി മാറിപ്പോകുന്നുണ്ടോ, ഇല്ല, സ്ലിങ്കി മാറിപ്പോകുന്നില്ല. വളയങ്ങൾ മാറിപ്പോകുന്നില്ല. ആര് മാത്രമാണ് ഇവിടെ ഇങ്ങനെ കൈമാറി പോകുന്നത്, ഊർജം അല്ലെ. ഊർജമാണ് ഇവിടെ മാറിപ്പോകുന്നത്. ഇവിടെ മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്ക് അവിടെ നിന്നും തുടർന്നും കൈമാറിക്കൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. മാധ്യമത്തിന്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗചലനം അല്ലെ. നമ്മൾ സ്ലിങ്കിന്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുള്ളത് അല്ലെ. സ്ലിങ്കിന്റെ കാര്യമായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാനൊരു വിക്ഷോഭം ഉണ്ടാക്കി, അതായത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെയുള്ള സ്ലിങ്കി ഇവിടെ എത്തുന്നില്ല. പകരം ഇവിടെ ഒരു ഊർജം ഉണ്ടാവുന്നുണ്ട്. ഈ ഊർജമാണ് കൈമാറി ഇങ്ങോട്ടേക്ക് പോകുന്നത് അല്ലെ. ഇങ്ങനെ ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാർഗമാണ് തരംഗ ചലനം അല്ലെ. ഈ ഒരു ഊർജത്തിനെ ഇവിടെ എത്തിക്കുന്ന ഒരു മാർഗമാണ് തരംഗ ചലനം. തരംഗ ചലനത്തിലൂടെയാണ് കൈമാറുന്നത്, ഊർജം കൈമാറുന്നത്. ഒരു ഭാഗത്ത് ലഭിച്ച ഊർജം മറ്റൊരു ഭാഗത്തേക്ക് തരംഗ ചലനം വഴിയാണ് എത്തിക്കുന്നത്. ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗ ചലനം. നമ്മൾ നേരത്തെ പറഞ്ഞതന്നെ അല്ലെ. ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കും. ഇവിടെ ഉണ്ടാക്കിയ ഡിസ്റ്റർബൻസ് ഞാൻ ഊർജം, അതായത് വിക്ഷോഭം കൈമാറി ഡിസ്റ്റർബൻസ് ഇങ്ങനെ എന്ത് ചെയ്യും, എനർജി ഊർജത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ കൈമാറി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു സൈഡിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടത്തേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ദോലനം.
ദോലനം കൂടി സംഭവിക്കുന്നുണ്ട് അല്ലെ. ദോലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ മുന്നോട്ടും ബേക്കോട്ടും പോകുന്നത് അല്ലെ. അപ്പൊ എന്താ, ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയില്ലേ ഇത്? നമുക്ക് അടുത്തത് നോക്കാം. തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു. ഇവിടെ കുറച്ച് തരംഗങ്ങളുടെ ഉദാഹരണം നൽകിയിട്ടുണ്ട്. റേഡിയോ തരംഗം, സീസ്മിക് തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. ഇത്രയും തരംഗങ്ങൾ തന്നിട്ടുണ്ട്. ഈ തരംഗങ്ങൾ മാധ്യമം ആവശ്യമുള്ളവ, മാധ്യമം ആവശ്യമില്ലാത്തവ എന്നീ രണ്ട് ബോക്സ് കാണുന്നുണ്ട് അല്ലെ. ഒരു ടേബിള് എന്താ രണ്ട് പാർട്ടാക്കിയിട്ട് മാധ്യമം ആവശ്യമുണ്ട്, മാധ്യമം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. റേഡിയോ തരംഗത്തിന് എന്താണ്? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. റേഡിയോ തരംഗത്തിന് എന്താ? മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. അടുത്ത നോക്കാം. സീസ്മിക് തരംഗത്തിനോ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുണ്ട് അല്ലെ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുണ്ട്. അടുത്തത് പ്രകാശ തരംഗം, ലൈറ്റിന്റെ വേവ്. അതിന് മാധ്യമം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ആവശ്യം ഇല്ല. പ്രകാശ തരംഗത്തിന് മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. അടുത്തത് ശബ്ദ തരംഗത്തിനോ ആവശ്യം ഉണ്ട്. ശബ്ദത്തിന് എന്താണ്? ആവശ്യം ഉണ്ട്. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ എന്താണ്? അതിനും ആവശ്യം ഉണ്ട്. അപ്പോൾ എന്താണ്? റേഡിയോ തരംഗമുണ്ട്, പിന്നെ എന്താണ്? സീസ്മിക് തരംഗമുണ്ട്. റേഡിയോ തരംഗം എന്താണ്? റേഡിയോ തരംഗം മാധ്യമം ആവശ്യം ഇല്ലാത്തവയാണ്. പിന്നെ എന്താണ്? സീസ്മിക് തരംഗമുണ്ട്. സീസ്മിക് തരംഗത്തിന് മാധ്യമം ആവശ്യമുണ്ടോ ഇല്ലയോ? മാധ്യമം ആവശ്യം ഉണ്ട്. പിന്നെ എന്താ വന്നിട്ടുള്ളത്? പ്രകാശ തരംഗം അല്ലെ. പ്രകാശ തരംഗത്തിന് എന്താണ്? മാധ്യമം ആവശ്യമുണ്ടോ അല്ലേ ഇല്ലയോ? പ്രകാശ തരംഗത്തിന് മാധ്യമം ഇല്ല അല്ലെ. മാധ്യമം ഇല്ല. ശബ്ദതരംഗത്തിന് മാധ്യമത്തിന്റെ ആവശ്യം ഉണ്ട്. നെക്സ്റ്റ്, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ, അതിനും എന്താണ്? മാധ്യമത്തിന്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ ഇത് വേർതിരിച്ച് ഓരോരോ ബോക്സിലാക്കി എഴുതാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. എന്താണ്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. റേഡിയോ തരംഗങ്ങൾ മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ വരുന്നത് ആരൊക്കെയാണ്? റേഡിയോ വേവ് വരുന്നുണ്ട്. റേഡിയോ വേവ് എന്തിൽ വരുന്നതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ വരുന്ന ഒരാളാണ് റേഡിയോ വേവ്. പിന്നെയോ മൈക്രോവേവ് വരുന്നുണ്ട്. മൈക്രോവേവ്. അടുത്തയോ ഇൻഫ്രാറെഡ്. പിന്നെ എന്ത് വരുന്നുണ്ട്? ദൃശ്യപ്രകാശം. പിന്നെന്താണ്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ. പിന്നെ എക്സ് കിരണങ്ങൾ. പിന്നെ എന്താ? ഗാമ കിരണങ്ങൾ. ഇത്രയും കിരണങ്ങളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നാണ് ഇത്രയും വരുന്ന കിരണങ്ങളെ വിളിക്കുന്നത്. റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം, അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ, ഇതിനൊക്കെ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിലുള്ള ഏതെടുത്ത് കഴിഞ്ഞാലും ഇവർക്ക് പ്രേഷണം ചെയ്യാൻ മാധ്യമം ആവശ്യമില്ല. എന്താണ്? ഇത്രയും കിരണങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും തരംഗങ്ങൾക്ക് പ്രേഷണം ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല? മാധ്യമത്തിന്റെ ആവശ്യമില്ല. എന്താണ്? മാധ്യമത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ
എന്തായിരുന്നു പഠിച്ചിട്ടുള്ളത്? റേഡിയോ തരംഗം അല്ലെ? റേഡിയോ തരംഗം എന്ന മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. സീസ്മിക് തരംഗത്തിന് ആവശ്യമുണ്ട്. പ്രകാശ തരംഗം ആവശ്യം ഇല്ല അല്ലെ? ശബ്ദ തരംഗത്തിനോ ആവശ്യമുണ്ട്. ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾക്കും ആവശ്യം ഉണ്ട്. ഇനി അടുത്തത് നോക്കാം. യാന്ത്രിക തരംഗങ്ങൾ അഥവാ മെക്കാനിക്കൽ വേവ്സ്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും രണ്ട് വിധമുണ്ട്: അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. ട്ടോ, മനസ്സിലായിക്കോളെ. നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്തായിരുന്നു? ഇത് അല്ലെ, വൈദ്യുത കാന്തിക തരംഗങ്ങൾ. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ കുറേ തരംഗങ്ങളുണ്ട്. ഇവയ്ക്കൊന്നും പ്രേഷണത്തിന് എന്തിന്റെ ആവശ്യമില്ല? മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. ഇവിടെ യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ശ്രദ്ധിച്ചോളെ, എന്താണ്? മാധ്യമം ആവശ്യമുള്ളതിന് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയും. മാധ്യമം ആവശ്യമില്ലാത്തതിന് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് കേട്ടോ. മാധ്യമം ആവശ്യമില്ലാണ്ട് സഞ്ചരിക്കാനാവും ആർക്ക്? വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക്. പക്ഷെ മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ യാന്ത്രിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ, പ്രേഷണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഈ യാന്ത്രിക തരംഗങ്ങൾ രണ്ട് തരമാണുള്ളത്. യാന്ത്രിക തരംഗങ്ങൾ എത്ര തരമാണുള്ളത്? രണ്ട് തരമാണുള്ളത്. ഏതൊക്കെയാ? അനുദൈർഘ്യ തരംഗവും അനുപ്രസ്ഥ തരംഗങ്ങളും. അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളുമാണ് ഉള്ളത്. അനുദൈർഘ്യവും അനുപ്രസ്ഥ തരംഗങ്ങളും. ഫസ്റ്റ് വൺ, അനുദൈർഘ്യ തരംഗങ്ങൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നാണ് പറയാം. എന്താ? അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ചിത്രം 1.8bയിൽ സ്ലിംഗിയിലെ വലയങ്ങൾ തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചലിച്ചത്? ഏത് ചിത്രം നോക്കാൻ പറഞ്ഞേ? 1.8b അല്ലെ? ഈ ഒരു ചിത്രത്തില് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത്? ഇവിടെ സ്ലിംഗി ഉണ്ട് അല്ലെ? സ്ലിംഗിയിലെ ഈ വസ്തുക്കള് എങ്ങനെയാ നീങ്ങിയിട്ടുള്ളത്? സ്ലിംഗി എങ്ങനെയാ നീങ്ങുന്നത്? സ്ലിംഗി ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്. അപ്പൊ ഈ ഒരു ഇതില്ലേ, ഇവിടെയുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല, ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാ നീങ്ങുന്നത്? ഇങ്ങനെ തന്നെയാണ് നീങ്ങുന്നത് അല്ലെ? ഇങ്ങനെ തന്നെയാണ് നീങ്ങുന്നത്. അല്ലാണ്ട് ഇങ്ങനെയാണോ നീങ്ങുന്നത്? അല്ല, ഇങ്ങനെയല്ല നീങ്ങുന്നത്. എങ്ങനെയാ നീങ്ങുന്നത്? ഇങ്ങനെയാണ് നമ്മളുടെ സ്ലിംഗി നീങ്ങുന്നതെങ്കിൽ ഇങ്ങനെ തന്നെയാണ് അതിലുള്ള പാർട്ടിക്കിൾസും എന്ത് ചെയ്യുന്നത്? നീങ്ങി പോകുന്നത് അല്ലെ? നോക്കാം. ബീൽ സ്ലിംഗിയിൽ വലയ തരംഗങ്ങൾ നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചലിച്ചത്? എങ്ങനെയാ ചലിച്ചത്? സമാന്തരമായിട്ടാണ് ചലിച്ചത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? മാധ്യമത്തിൽ കുറേ കണികകൾ ഉണ്ടാവും അല്ലെ? മാധ്യമത്തിൽ കുറേ കണികകൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? നമ്മളുടെ നേരത്തെ കാണിച്ച സ്ലിംഗി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. സ്ലിംഗി ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ മാധ്യമത്തിൽ എന്താ? കുറേ കണികകൾ ഉണ്ടാവും. ഈ കണികകളൊക്കെ ഇത് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇതിന് സമാന്തരമായിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ? സമാന്തരമായിട്ടാണ് പ്രേഷണം ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. ഓർമ്മിച്ചു വെച്ചോളെ. അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? മാധ്യമത്തിൽ കുറേ കണികകൾ ഉണ്ടാവും. ഈ കണികകൾ എങ്ങനെയാണ് ചലിക്കുന്നത്? തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക്. തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ?
ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. വായുവിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ചിത്രം നിരീക്ഷിക്കുക. ഈ ഒരു ചിത്രം നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഇവിടെ എന്തുണ്ട്? ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് അല്ലേ? എന്താണ്? ഇവിടെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു സ്ലിംഗീനെ കൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്ലിംഗി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അമർത്തി പിടിച്ച് ബേക്കോട്ട് മുന്നോട്ടും ആക്കി കഴിഞ്ഞാൽ കുറേ ഭാഗം ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ടും കുറേ ഭാഗം കുറച്ച് വിട്ട് നിൽക്കുന്നതായിട്ടും പിന്നെയും കൂടി നിൽക്കുന്നതായിട്ടും വിട്ട് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ട്യൂണിംഗ് ഫോർക്ക് അല്ലെ? ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്ത് ഒന്ന് എന്തെങ്കിലും കൊണ്ടൊന്ന് മുട്ടിക്കൊടുത്ത് അപ്പൊ എന്ത് സംഭവിക്കും? ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വിറക്കാനായിട്ട് തുടങ്ങും അല്ലെ? കമ്പൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇവിടെ കാണാം കുറേ ഭാഗം നല്ല അടുത്തിട്ടും കുറച്ച് ഭാഗം ദൂരോട്ടും, പിന്നെയും അടുത്ത്, പിന്നെ ദൂരോട്ട് അല്ലെ? അങ്ങനെയല്ലേ ഉള്ളത്? അടുത്ത് ദൂരെ അങ്ങനെയല്ലേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ചിത്രം 1.9 ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജം തുലന സ്ഥാനത്തു നിന്നും എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്തുള്ള വായുമർദ്ദം എന്താ പറഞ്ഞിട്ടുള്ളത്? എ എന്നുള്ള ഭാഗത്തേക്ക് ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വായുമർദ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത്? കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? എയിലേക്ക് എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതേ ഭുജം ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ എ എന്ന വശത്തുള്ള വായുമർദ്ദമോ? എ എന്നുള്ള സാധനം ബിയിലേക്ക് എത്തുമ്പോൾ എയിലുള്ള വായുമർദ്ദത്തിന് എന്താ സംഭവിക്കുന്നത്? കുറയാണ് അല്ലെ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങൾ തുടർച്ചയായി കമ്പനം ചെയ്യുമ്പോൾ വായുവിൽ മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ ഇടവിട്ട് പെടുകയില്ലേ? ഇല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? കുറച്ച് അടുത്തുള്ളതും കുറച്ച് ഗ്യാപ്പ് വിട്ടും, പിന്നെ അടുത്തുള്ളതും ഗ്യാപ്പ് വിട്ടതും അല്ലെ? അങ്ങനെ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ അടുത്തുള്ള ഭാഗത്ത് വായുമർദ്ദം കൂടുതലാണെന്നും ഇങ്ങനെ ദൂരോട്ടുള്ള ഭാഗത്ത് വായുമർദ്ദം കുറവാണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ അടുത്തുള്ള ഭാഗത്ത് വായുമർദ്ദം കൂടുതലാണെന്നും ദൂരോട്ടുള്ള ഭാഗത്ത് വായുമർദ്ദം കുറവാണെന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പറയാനായിട്ട് പറ്റും. ഓക്കെ. സ്ലിംഗിയിൽ ഉണ്ടായ തരംഗവും വായുവിൽ ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാക്കിയ തരംഗവും താരതമ്യം ചെയ്യുക. സ്ലിംഗിയിൽ ഉണ്ടായ തരംഗം എങ്ങനെയാണോ? കുറേ ഭാഗത്ത് കൂടി നിന്ന്, പിന്നെ കുറച്ചൊന്ന് വിട്ട് നിന്ന്, പിന്നെ കൂടി നിന്ന്, പിന്നെ വിട്ട് നിന്ന് അല്ലെ? ഇതായിരുന്നു സ്ലിംഗിയിൽ ഉണ്ടായിരുന്നത്. ട്യൂണിംഗ് ഫോർക്കിൽ ഇങ്ങനെ കുറേ ഭാഗം അടുത്ത് നിന്ന് പിന്നെ ദൂരോട്ട്, പിന്നെ കുറേ ഭാഗം അടുത്ത് പിന്നെയും ദൂരോട്ട് അല്ലെ? അങ്ങനെയല്ലേ ഉള്ളത്? ഇതിലുള്ളതും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ? കൂടിയ ഭാഗം രണ്ടിലുണ്ട്, കുറഞ്ഞ ഭാഗം ഉണ്ട് അല്ലെ? ഇവിടെ വായുമർദ്ദം കൂടുതലാണ്, ഇവിടെയോ വായുമർദ്ദം കുറവാണ്. ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദവ്യത്യാസങ്ങൾ രൂപപ്പെടുത്തുന്നു അല്ലെ? ആ ട്യൂണിംഗ് ഫോർക്കിന്റെ കേസ് തന്നെ നോക്ക്. ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഞാൻ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ ഇവിടെ ഒക്കെ എന്തുണ്ടാവും? വായു ഉണ്ടാവും അല്ലെ? വായുവില് എന്ത് സംഭവിക്കുന്നുണ്ട്? തുടർച്ചയായി മർദ്ദവ്യത്യാസം ഉണ്ടാവുന്നുണ്ട് അല്ലെ? കൂടിയ മർദ്ദവും കുറഞ്ഞ മർദ്ദവും അല്ലെ? മർദ്ദവ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നു അല്ലെ? വായു തന്മാത്രകൾ, അതായത് ഇങ്ങനെയുള്ള ഭാഗവും ഉണ്ട്, ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ തന്മാത്രകൾ തമ്മിൽ അടുത്തല്ലേ ഉള്ളത്? തന്മാത്രകൾ തമ്മിൽ അടുത്താണുള്ളത്. അപ്പൊ അടുത്തുള്ള ഭാഗത്ത് വായുമർദ്ദത്തിന് എന്താ സംഭവിക്കുന്നത്? കൂടുകയാണ് അല്ലെ ചെയ്യുന്നത്? അടുത്താണ് തന്മാത്രകൾ ഇവിടെ ഉള്ളത്, പക്ഷെ ഇവിടെ വായുമർദ്ദം കൂടുതലാണ്. ഇവിടെയോ തന്മാത്രകൾ ദൂരെ ആയിട്ടാണുള്ളത്. അപ്പൊ ഇവിടുത്തെ വായുമർദ്ദമോ കുറഞ്ഞിട്ടാണുള്ളത് അല്ലെ? ഇവിടെ വായുമർദ്ദം കുറവും ഇവിടെ വായുമർദ്ദം കൂടുതലും. ഇവിടെ തന്മാത്രകൾ അടുത്താണുള്ളത്, ഇവിടെ തന്മാത്രകൾ അകന്നാണുള്ളത് അല്ലെ? ഇങ്ങനെ
വായു തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന ഭാഗത്ത് മർദ്ദം കൂടുതലായി അനുഭവപ്പെടുന്നു. ഇത്തരം മേഖലകൾ ഉച്ചമർദ്ദ മേഖലകൾ, കംപ്രഷൻസ്. എന്താണ്? വായുമർദ്ദം കൂടുതലുള്ള ഭാഗങ്ങൾ. ശ്രദ്ധിച്ചോ, വായുമർദ്ദം കൂടുതലും തന്മാത്രകൾ എന്താ അടുത്തടുത്തും, അല്ലെ? വായുമർദ്ദം കൂടുതലും തന്മാത്രകൾ അടുത്തടുത്തുമുള്ള മേഖലയെ നമ്മൾ ഉച്ചമർദ്ദ മേഖലകൾ എന്നാണ് വിളിക്കുക. കംപ്രഷൻസ്. എന്താണ്? വായുമർദ്ദം കൂടുതലും തന്മാത്രകളുടെ അകലം എന്താണ്? കുറവുമുള്ള മേഖലയെ നമ്മൾ ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ കംപ്രഷൻസ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? വായുമർദ്ദം എന്താണ്? കുറവാണ്. വായുമർദ്ദം ഇവിടെ കുറവാണ്. തന്മാത്രകളുടെ ദൂരമോ ദൂരോട്ടാണ്, അല്ലെ? അകന്നാണ് നിൽക്കുന്നത്, അല്ലെ? അടുത്തടുത്തല്ലാലുള്ളത്. ഇങ്ങനെയുള്ളതിനെ നീചമർദ്ദ മേഖലകൾ എന്ന് പറയും. റയർഫാക്ഷൻസ് എന്ന് പറയും. ഓക്കെ. എന്താണ്? തന്മാത്രകൾ അടുത്തും, എന്താണ്? തന്മാത്രകൾ അടുത്തും പിന്നെ എന്താണ്? മർദ്ദം കൂടുതലും. തന്മാത്രകൾ അടുത്തും മർദ്ദം കൂടുതലുമുള്ള മേഖലകളെ ഉച്ചമർദ്ദ മേഖലകൾ, കംപ്രഷൻസ് എന്ന് വിളിക്കും. ഇവിടെയോ തന്മാത്രകൾ ദൂരെയും മർദ്ദം കുറവുമായ മേഖലയെ നമ്മൾ നീചമർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നു. കംപ്രഷൻസും റയർഫാക്ഷൻസും ഇങ്ങനെ അടുത്തടുത്തുള്ളതിനെ നമ്മൾ സി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് രേഖപ്പെടുത്തുക. കംപ്രഷനിലുള്ള സി ആണ്. ഇവിടെയോ ദൂരോട്ടുള്ളതിനെ ആറ് കൊണ്ടാണ് രേഖപ്പെടുത്തുക. എന്താണ്? റയർഫാക്ഷൻസിലുള്ള ആറാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ ആ ചിത്രം ഒന്നും കൂടി കാണിച്ചു തരാം. ചിത്രം നോക്കൂ. യെസ്, ഈ ചിത്രം നോക്കുവാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റും അടുത്തടുത്തുള്ള മേഖല, അടുത്ത് എല്ലാം ഇവിടെ എന്താണ്? അടുത്താണുള്ളത്, അല്ലെ? ഇവിടെ വായുമർദ്ദം കൂടുതലാണുള്ളത്, ഇവിടെയോ വായുമർദ്ദം കുറവാണുള്ളത്. ഇങ്ങനെ വായുമർദ്ദം കൂടുതലും പിന്നെ എന്താണ്? കണികകൾ എന്താ? അടുത്തുമാണുള്ളത്, അല്ലെ? അങ്ങനെയുള്ള മേഖലകളെ നമ്മൾ കംപ്രഷൻസ്, സി എന്ന് വെച്ചിട്ടുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദൂരോട്ടുള്ളതിനെയാണോ? റയർഫാക്ഷൻസ്, ആറ് എന്നുള്ള ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇടവിട്ട് എന്തുണ്ട്? കംപ്രഷനും റയർഫാക്ഷൻസും ഉണ്ട്, അല്ലെ? ഒരു കംപ്രഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? നീചമർദ്ദ മേഖലയാണ്. പിന്നെ എന്താ വരുന്നത്? പിന്നെയും ഉച്ചമർദ്ദ മേഖല, നീചമർദ്ദ മേഖല. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയില്ലേ? പിന്നെ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തി ശബ്ദം സഞ്ചരിക്കുന്നു. ശബ്ദം അനുദൈർഘ്യ തരംഗമാണെന്ന് മനസ്സിലായോ? എന്താണ് ശബ്ദം? ഇതിലൂടെ നമുക്ക് മനസ്സിലായ എന്താണ്? ശബ്ദം സൗണ്ട് എന്ന് പറയുന്ന എന്ത് തരംഗമാ? അനുദൈർഘ്യ തരംഗമാണ്. ഇത് ചോദിക്കും കേട്ടോ എക്സാമിന്. ശബ്ദം അനുദൈർഘ്യ തരംഗമാണോ അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗമാണോ എന്ന് ചോദിക്കും. അപ്പൊ ശബ്ദം എന്ത് തരംഗമാ? അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം എന്ത് തരംഗമാണ്? അനുദൈർഘ്യ തരംഗമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അനുദൈർഘ്യ തരംഗങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. അനുദൈർഘ്യ തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു ട്യൂണിങ് ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്ലിങ്കിയോ എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ രൂപപ്പെടുക, അതായത് നമ്മളിങ്ങനെ മുന്നോട്ടും ബേക്കോട്ടും ഈ ഒരു സ്ലിങ്കിയിലുള്ള കോയിലിനെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതിൽ രൂപപ്പെടുക അനുദൈർഘ്യ തരംഗങ്ങളാണ്. എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങളാണ്. അനുദൈർഘ്യ തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ കോയിലെ ഇങ്ങനെയായിരിക്കും പ്രേഷണം ചെയ്യുന്നത്. എങ്ങനെയാണ്? കോയില് ഇങ്ങോട്ടേക്കാണ് പ്രേഷണം ചെയ്യുന്നത്. പിന്നെ എന്താ? കുറേ തന്മാത്രകൾ ഉണ്ടാവും, അല്ലെ? ഇതിന് ചുറ്റും എന്തുണ്ടാവും? കുറേ തന്മാത്രകൾ ഉണ്ടാവും. ഈ തന്മാത്രകളിലുള്ള ഓരോ കണികകളും ഇതിന് സമാന്തരമായ രീതിയിൽ തന്നെയാണ് പ്രേഷണം ചെയ്യുന്നത്. എന്താണ്? ഇതിലുള്ള ഓരോ കണികകളും അല്ലെങ്കിൽ ഓരോ തന്മാത്രകളും ഈ ഒരു സ്ലിങ്കി അല്ലെങ്കിൽ ഈ ഒരു തരംഗം പോകുന്നതിൻ്റെ അതേ സമാന്തരമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രേഷണം ചെയ്യുന്നത്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. എന്താണ്? സമാന്തരമായിട്ട് കണികകൾ എന്താ? സമാന്തരമായിട്ട് മാത്രം പ്രേഷണം ചെയ്യുകയാണെങ്കിൽ അതിന് അനുദൈർഘ്യ തരംഗം എന്ന് പറയും. ഇവിടെയാണ് നമുക്ക് കംപ്രഷനും റയർഫാക്ഷൻസും കാണാനായിട്ട് പറ്റുന്നത്. കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉച്ചമർദ്ദ മേഖലകൾ.
റയർഫാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നീചമർദ്ദ മേഖലകൾ. കംപ്രഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തായിരിക്കും അല്ലെ, കണികകളൊക്കെ എന്താണ്, അടുത്തടുത്തായിരിക്കും. പിന്നെ എന്താ, ഇവിടുത്തെ മർദ്ദം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. റയർഫാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഉച്ചമർദ്ദ മേഖല അല്ല, നീചമർദ്ദ മേഖലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കണികകളൊക്കെ ദൂരെ ദൂരെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ വായുമർദ്ദം എന്ന് പറയുന്നതോ അത് കുറവായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ റയർഫാക്ഷൻസ് എന്ന് വിളിക്കാം. പിന്നെ അടുത്തടുത്താണെങ്കിൽ അതിനെ കംപ്രഷൻസ് എന്ന് വിളിക്കും. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ശബ്ദം എന്ത് തരംഗമാണ്, അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം എന്ത് തരംഗമാണ്, അനുദൈർഘ്യ തരംഗമാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ്, അതായത് ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്